മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു. ഇവിടെ ഈ നാട്ടുകാരൊക്കെ കൂടെ ഓടിച്ചു വിട്ടു. കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയിപ്പോയി. ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാനുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരെയൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി വരും. അതുകൊട്ടെ, ഏത് വീട്ടിലാ സംഭവം നടന്നത്? ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങൊരാണല്ലേ? അതിപ്പോ ഈ സ്ത്രീകളെന്താ എങ്ങനെ പെരുമാറണേ? മാറിക്കോ, ഇവിടെ എന്നാ മതി. ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. വരാനാ പറഞ്ഞത്. എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. മഹാപെശകാണ് ഞാൻ. ആ മുട്ടത്തലിന് ഒരു ഭ്രാന്തുണ്ടോ? എന്താ? തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തല ഷേപ്പിലാൻ പറ്റും. അല്ല, കുട്ടിത്തിൽ സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയും ബഹളും. ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും അത്രേ. എങ്കിൽ പിന്നെ പോലീസിനെ വിളിപ്പിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം കണ്ടുപിടിക്കട്ടെ. ഇതെന്താ പോലീസും പട്ടാളമൊക്കെ? പട്ടാളമൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഈ പെൺകുച്ചിന്റെ കഴുത്ത് കയറി പിടിച്ച് നീ അവിടെ മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിളാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദകളാവാം. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കോളനി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഒന്നുകിൽ ഒരു കത്തിക്കുത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ നിൽക്കണം. നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. ഇന്നലെ രാത്രി ഈ പെങ്കൊച്ചിന്റെ കഴുത്തി കിടന്ന മാല പൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചേക്കൊന്ന് മാറില്ലേ? നല്ലത്. Free, easy returns with the Amazon app. Download now. Welcome to Stake Dubai. In just 3 easy steps, you'll join thousands of investors from all over the world. First, create an account to get one step closer to unlock. ഇന്നലെ രാത്രിയും കേട്ടല്ലോ ഇയാൾ ഒച്ചയും ബഹളവും. ഏതോ ഒരു കിളിയെഴുത്തുകാരനാണെന്നും പറഞ്ഞ് കുട്ടികളുടെ അച്ഛന് ചീത്ത വിളിച്ചതാ. കോളേജ് പ്രൊഫസറാത്രേ. മൂക്കറ്റം കുടിച്ചു കിടക്കുന്ന ഇവന്റെയൊക്കെ ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം. എത്ര കുടിച്ചാലും ഈ കോളനിയിൽ അല്പം സ്വഭാവം അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാൻ ഹോം മിനിസ്റ്റർ വിളിച്ച് പറയാം. അതാ നല്ലത്. അതേ വന്നു. എഴുന്നേക്കടാ കൂട്ടുകാരാ, എഴുന്നേക്ക്. നീ കുളിച്ചാ? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇത് വേണം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി. നല്ല വിശപ്പും. എന്തൊരു വാടകയാ ഇപ്പൊ വീടിനൊക്കെ. 250 രൂപയാ ഇതിന്. ഒരടുക്കളയും ഒരു കിടപ്പുമുറി. ഞങ്ങൾ 3 ആളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത്. ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ. അവിടെ ഇത്രയും പോലും ഇല്ല, ഒരു കൊച്ചുമുറി. അവിടെ ഞങ്ങൾ 8 പേര് ഒന്നിച്ചാ കിടന്നിരുന്നത്. പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക. അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ 8 പേര് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ. ആണുങ്ങൾ മാത്രമൊന്നുമല്ല, ചെർപ്പളശ്ശേരിക്കാരൻ ഒരു രാമമേനോൻ, അയാളുടെ ഭാര്യ, പിന്നെ ഒരു പെൺകുട്ടി,
പിന്നെ തികച്ചും അന്യരായ ഞങ്ങൾ 5 ആണുങ്ങളും ഒന്നിച്ചാ കിടന്നിരുന്നത്. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണേലും കിടക്കാം. ഇത്രയും കാലം ബോംബെ കഴിഞ്ഞതല്ലേ, നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതിന്റെ യാതൊരു ആവശ്യമില്ല.